ഇന്നലത്തെ നമ്മുടെ ഷോർട്ട് വീഡിയോയിൽ കണ്ട പോലെ വൈകിട്ടൊക്കെ ആയപ്പോഴത്തേക്കിനും ഞങ്ങൾ മൈലാഞ്ചി ഇടൽ പരിപാടിയിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ മൈലാഞ്ചി മരത്തിൽ നിന്നൊരു വലിയ തണ്ട് ഒടിച്ചെടുത്ത് ഇലയൊക്കെ ഉതിർത്തെടുത്ത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുത്ത് കേട്ടോ. ആവശ്യമുള്ളതിനനുസരിച്ച് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ആദ്യം കുറച്ചില നല്ലപോലെ അത്യാവശ്യം വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് നല്ല പേസ്റ്റ് പരുവത്തിൽ അങ്ങ് അരച്ചെടുത്ത്. പിന്നെ ഞങ്ങൾക്ക് വലിയ ഡിസൈനൊന്നും വശമില്ലാത്തതുകൊണ്ട് നമ്മുടെ പഴയ മോഡൽ നടുക്കൊരു വട്ടം കയ്യിലിങ്ങനെ തൊപ്പി തൊപ്പി പോലെ വെക്കത്തില്ലേ, അപ്പോൾ ആ മോഡലാണ് കേട്ടോ ഞങ്ങൾ മൈലാഞ്ചി ഇട്ടത്. എല്ലാവർക്കും അതേ ഡിസൈൻ തന്നെയായിരുന്നു. ആദ്യം പിള്ളേർ സെറ്റൊക്കെ ഇട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഇടാനായിട്ട് തുടങ്ങിയത്. എല്ലാവരുടെയും എന്തൊക്കെ തിരക്കൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടിടാമെന്ന് വിചാരിച്ച്. വൈകുന്നേരം ആയപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ. ഇതിൻ്റെ പരിപാടികളും ഈ പിള്ളേർ സെറ്റിൻ്റെ ഒച്ച ബഹളമൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞാൻ തന്നെ ഒരു തരത്തിൽ കയ്യിലിട്ടാണ് കേട്ടോ. കാരണം എല്ലാവരുടെയും കയ്യിൽ മൈലാഞ്ചി ആയിരുന്നു. മൈലാഞ്ചി ഇട്ട് കുറേ നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഏട്ടൻ ഓട്ടമൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പം എന്നാലും ഞാൻ 2 മണിക്കൂർ വെച്ച് ആൾ തന്നെ ചോറൊക്കെ എടുത്തുണ്ട് കേട്ടോ. ഞാൻ മൈലാഞ്ചിയൊക്കെ ഇട്ടിരിക്കുകയായതുകൊണ്ട് 2 മണിക്കൂർ വെച്ചിട്ട് കഴിയുമ്പോഴത്തേക്കിനും ഇതാ ഇത്രയും നിറം ആയിട്ടുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ 4 മണി മൈലാഞ്ചി ആയിരിക്കും ഇതെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്കിനും പിന്നെയും നിറം നന്നായിട്ട് കുറഞ്ഞു കേട്ടോ. അപ്പോൾ ആ കളറൊക്കെ പിന്നെയും മങ്ങിപ്പോയ സ്ഥിതിക്ക് ഒരു ട്രിപ്പ് കൂടി ഇടാനാണ് എൻ്റെ പ്ലാന്. മൈലാഞ്ചിയെല്ലാം ഇഷ്ടംപോലെ ഇരിപ്പുണ്ട് കേട്ടോ. കുറച്ച് അധികമാണ് കിട്ടിയത്. അപ്പോൾ ആദ്യത്തെ ഒരു സെക്ഷൻ അരച്ചതുപോലെ ഫുള്ള് ഞങ്ങൾ തീർത്തില്ല കേട്ടോ. ഇതിന് മാത്രം ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ചെടുത്തിട്ട് ഞാൻ രാവിലെ കുളിക്കാൻ നേരത്ത് നമ്മുടെ ഉലുവയുടെ പാക്കില്ല അതിൻ്റെ കൂടത്തിൽ മിക്സ് ചെയ്ത് എന്നിട്ട് തലയിൽ അരച്ച് തേച്ചൊക്കെ പിടിപ്പിച്ച് ഹെയർ കെയർ ഒക്കെ ചെയ്ത് കുളിച്ചിട്ട് എന്നിട്ടും ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വൈകിട്ടത്തേന് നമുക്കിനി ഒന്നുകൂടെ ഇടാമെന്ന് വിചാരിച്ചെടുത്ത് മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ കുറച്ചെല്ലാം ഇരിക്കുന്നത് ഞാൻ വിചാരിക്കുകയാണ് അത് എണ്ണയ്ക്കകത്തിട്ട് കാച്ചി വെക്കുകയാണ്. നമുക്ക് എപ്പോൾ വേണേലും തലയിലൊക്കെ തേച്ച് പിടിപ്പിക്കാമല്ലോ. മൈലാഞ്ചിയില നല്ല മുടി വളർച്ചയ്ക്കൊക്കെ നല്ലതാണല്ലോ എന്ന് വിചാരിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മുടെ മൈലാഞ്ചി ഇടുന്ന വീഡിയോ ഇന്നലത്തെയാണ് കേട്ടോ. ഇത് ഇന്നത്തെയാണ്. രാവിലെ എണീറ്റപ്പോഴത്തേക്കിനും കയ്യിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം വൈകിട്ടിന് മൈലാഞ്ചിയൊക്കെ ഇടണമല്ലോ. അപ്പം നേരത്തെ പണികളൊക്കെ തീർത്തേക്കാമെന്ന് വിചാരിച്ചു. കാപ്പി കൂടിയൊക്കെ കഴിഞ്ഞിട്ടാവാമെന്ന് ഓർത്തു കേട്ടോ. അപ്പം കുറച്ച് നേരത്തെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും എന്തൊക്കെ പണികൾ തീർന്നാലും ഞാൻ എനിക്ക് തപ്പിപ്പറക്കി വരുമ്പോഴത്തേക്കിനും കുറച്ച് സമയം എടുക്കും. വേറെ ഒന്നുമല്ല, മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അനങ്ങാനും മിനുങ്ങാനും മേലല്ലോ. പിള്ളേരൊക്കെ ഓരോ കാര്യത്തിന് വരുമ്പോഴത്തേക്കിനും നമ്മുടെ കയ്യിൽ മൈലാഞ്ചിയാണെങ്കിൽ കുറച്ച് ചടങ്ങാണ്. അപ്പം നമ്മുടെ എല്ലാ പരിപാടികളും തീർത്തിട്ടിരിക്കുകയാണെങ്കിൽ കുറേ നേരം അത് വെച്ചുകൊണ്ടിരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നേരത്തെ പണികളൊക്കെ തീർക്കാൻ നോക്കുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോയിൽ എന്നോട് ഒരാൾ കമൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഇങ്ങനെ എപ്പോഴും തലയിൽ ഇങ്ങനെ തോർത്ത് കെട്ടി വെക്കുന്നതെന്ന്. അത് മുന്നേ ഇതുപോലെ 1-2 കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അത് വേറെ ഒന്നുമല്ല കേട്ടോ. ഒന്നാമത്തെ കാര്യം എനിക്ക് നന്നായിട്ട് മുടി പൊഴിയുന്നുണ്ട്. അപ്പോൾ എനിക്ക് അടുക്കളയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമ്പോഴത്തേക്കിനും മുടി ഇങ്ങനെ ഫുഡിലൊക്കെ ആവുമോ അല്ലെങ്കിൽ അടുക്കളയിലൊക്കെ മുടി ഇങ്ങനെ വീണിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കഴിക്കുമ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു തൃപ്തിക്കുറവല്ലേ. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മുടി കെട്ടി വെക്കുന്നത്. പിന്നെ വേറൊരു കാര്യമുള്ള എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇറിറ്റേഷനാണ് ഇങ്ങനെ മുടി അഴിച്ചിട്ട് കഴിയുമ്പോഴത്തേക്കിനും, പ്രത്യേകിച്ച് നനഞ്ഞ മുടിയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ നമ്മുടെ കഴുത്തിലൊക്കെ ഇങ്ങനെ ഒരഞ്ഞൊരഞ്ഞ് കിടക്കുമല്ലോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇറിറ്റേഷനാണ്. അത് രണ്ടാമത്തെ കാര്യം. പിന്നെ അത് തന്നെയല്ല, ഒന്ന് രാവിലെ കുളിക്കും, എന്നിട്ട് ഞാൻ ഈ പണികളെല്ലാം തീർത്ത് കഴിയുമ്പോഴത്തേക്കിനും ഉച്ചയാകാറാവും. പിന്നെ ഞാൻ തല ഇങ്ങനെ കുറച്ച് നേരം കോതിയിട്ടൊന്ന് ഉണക്കി കഴിയുമ്പോഴത്തേക്കിനും വൈകിട്ടത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് കുളിച്ച് വിളക്ക് വെക്കാറാവും. അപ്പോൾ വൈകിട്ടും കുളിക്കും. അങ്ങനെ 2 നേരം കുളിയുള്ളതുകൊണ്ടാണ് മിക്കപ്പോഴും എൻ്റെ തലയിൽ ഈ തോർത്ത് കാണും കേട്ടോ. പിന്നെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ മുടി കെട്ടി വെക്കുകയാണെങ്കിൽ നമുക്ക് പേടിക്കണ്ടല്ലോ. ഇതിലെ മുടി വീഴുമോ എന്ന് പേടിക്കണ്ട, ഭക്ഷണത്തിലാകുമോ എന്ന് പേടിക്കണ്ട. ഭക്ഷണത്തിൽ നിന്നൊക്കെ മുടി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര നമുക്കൊരു തൃപ്തിക്കുറവായിരിക്കുമല്ലോ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് എനിക്ക് അങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങളുണ്ട്. അതാണ് എൻ്റെ ഒരു ഇത്. ഇനി ഭക്ഷണം കല്ല് കടിച്ചാൽ പിന്നെ എനിക്ക് ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്കിന് അതായത് ഞാൻ വേസ്റ്റ് ചെയ്യണമെന്ന് ഓർത്തിട്ടല്ല, നമുക്കൊരു തൃപ്തിക്കുറവ് തോന്നും. പിന്നെ മുടിയൊക്കെ കിട്ടിയാൽ ഉള്ളതൊരു മുളക് പൊട്ടിച്ചാണെങ്കിലും കുറച്ച് വൃത്തിക്ക് കിട്ടണം അല്ലെങ്കിൽ കഴിക്കണം എന്നൊക്കെ ഉള്ളൊരു ചിന്താഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഭക്ഷണം പാകം ചെയ്യുന്ന ഏരിയയും എപ്പോഴും നീറ്റായിരിക്കണം, മുടിയൊക്കെ വീഴാതെ ഞാൻ നോക്കും. അങ്ങനെ എപ്പോഴും ക്ലീനായിട്ട്, കിച്ചൺ പ്രത്യേകിച്ച് ക്ലീനായിട്ട് കിടന്നില്ല എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ഭക്ഷണം പാകം ചെയ്യുന്ന ഏരിയയും വൃത്തിയായിരിക്കണം, നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്ന ആളും കുറച്ച് വൃത്തിയായിരിക്കണം എന്നൊക്കെയുള്ളൊരു തോട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് എപ്പോഴും ഞാൻ ഈ കിച്ചണിൽ പണിയുമ്പം ഇങ്ങനെ കെട്ടി വെക്കുന്നത്. അല്ലാത്ത പക്ഷം ഞാൻ എപ്പോഴും ഈരി അതുപോലെ ജടയൊക്കെ വിടർത്തി ഉണക്കി മുടി പൊഴിയില്ലാത്ത രീതിയിൽ കെട്ടി ക്ലിപ്പൊക്കെ ഇട്ട് വെച്ചിട്ട് ഞാൻ ചെയ്യാറുണ്ട്. അത് പക്ഷേ ഇടയ്ക്കിടയ്ക്കായിരിക്കും. മിക്കപ്പോഴും അത്രയും ഇങ്ങനെ ജടയൊക്കെ വിടർത്തി പിന്നെ മെടഞ്ഞ് വരാനുള്ള സമയം കിട്ടില്ല. അപ്പം ഞാൻ വേഗം ഒരു തോർത്തെടുത്ത് അങ്ങ് ചുറ്റി കെട്ടി വെക്കും. അതാകുമ്പോഴത്തേക്കിനും നമുക്ക് എളുപ്പം പരിപാടി കഴിയുമല്ലോ. പിന്നെ 2 നേരം കുളിയൊക്കെ ആകുമ്പോഴത്തേക്കിനും
രാവിലത്തെ കുളിയൊക്കെ കഴിഞ്ഞ് മുടിയിൽ ഇങ്ങനെ കെട്ടി വെക്കും. പിന്നെ ഒരു ഉച്ചയാകുമ്പോഴത്തേക്കിനും കൊതി വിടർത്തും. അത് കഴിഞ്ഞ് പിന്നെ പണികളൊക്കെ ചെയ്ത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കിനും വൈകിട്ടാകാറാകും. പിന്നെ വൈകിട്ടത്തെ കുളി കഴിയുമ്പോഴും കെട്ടി വെക്കും. അങ്ങനെ ഇതെൻ്റെ ഒരു കൂടപ്പിറപ്പായി മാറി. ഇനി ഞാൻ ഇടയ്ക്ക് ശ്രമിക്കുന്നതായിരിക്കും ഇതൊന്ന് മാറ്റിയെടുക്കാൻ കേട്ടോ. ഈ മുടിയിൽ ഇങ്ങനെ കെട്ടി ശരിയാണ്, സംഭവം ശരിയാണ്. കുറേ നാളായിട്ട് എൻ്റെ വീഡിയോയിലെല്ലാം ഈ തലയിൽ ഈ കെട്ടുണ്ട് കേട്ടോ. പിന്നെ എന്ത് ചെയ്യാനാണ്, അതിങ്ങനെ വന്നു പോകുന്നതാണ്. അപ്പം ക്ഷമിക്കാം. അപ്പം നമ്മൾ അത്യാവശ്യം കാപ്പി കുടിയൊക്കെ കഴിഞ്ഞിട്ട് തുണിയൊക്കെ കുറച്ചൊന്ന് കഴുകിയിടുന്നുണ്ട് കേട്ടോ. രാവിലെ കഴുകിയിട്ട തുണികളിൽ കുറച്ചൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ വൈകിട്ട് തുണി ഉള്ളതങ്ങ് കഴുകിയിടും. ഉച്ചയ്ക്കും ഒക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ മാറുമല്ലോ പിള്ളേരൊക്കെ ആണെങ്കിലും. പിന്നെ നമ്മളായാലും വൈകിട്ട് കുടിക്കുമ്പോഴത്തേക്കിന് രാവിലെ ഇട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ആക്കുമല്ലോ. അപ്പോൾ അത് കയ്യോടെ വൈകിട്ട് അങ്ങ് കഴുകിയിട്ടേക്കാണെങ്കിൽ വെള്ളം വാണ് കിട്ടി അകത്തോട്ട് എടുത്തിട്ട് രാവിലെ ആകുമ്പോഴത്തേക്കിനും ഉണങ്ങി കിട്ടും. പിന്നെ ഒരുപാട് തുണി ഇങ്ങനെ കുഞ്ഞു കൂടി കിടക്കത്തുമില്ലല്ലോ. പിന്നെ ദാ വന്നിട്ട് ഉണങ്ങിയ തുണിയൊക്കെ മടക്കി ഒതുക്കി വെക്കുന്നുണ്ട്. ഇതൊക്കെ എൻ്റെ സ്ഥിരം കാഴ്ചകളാണ്. എന്ത് ചെയ്യാം, നമ്മൾ പുറത്തോട്ടൊന്നും പോകുന്നില്ലാത്തതുകൊണ്ട് വീട്ടിലെ കണ്ടൻറ്റുകൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ യൂട്യൂബ് മണി വരുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ യൂട്യൂബ് മണി വന്നു കഴിയുമ്പോഴത്തേക്കിനും വെറൈറ്റി കണ്ടൻറ്റൊക്കെ ഇടാമെന്നായിരുന്നു. പക്ഷെ വിള ചെതറുന്ന പോലെയായിരുന്നു എല്ലാം പൊടിഞ്ഞു പോയത് കേട്ടോ. പിന്നെ അറിയാലോ, സാധാരണക്കാരുടെ കയ്യിൽ കുറച്ച് പൈസ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കാണും. അപ്പോൾ അങ്ങനെ ഇതൊക്കെ തീർന്നു പോയി. എന്നാലും നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ, അങ്ങനെയേ പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇതാ നമ്മൾ 2 നൈറ്റി തുണി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതെങ്ങനെയുണ്ടെന്നൊന്ന് പറയണം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ഞാനാണെങ്കിൽ നൈറ്റി ആയിട്ട് വാങ്ങാമെന്ന് ഓർത്തിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ വീടിനപ്പുറം ഒരു അക്കായ്ക്കിന് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടെ നിന്ന് പോയി മേടിച്ചാണ്. ആ 2 കളറുമാണ് എനിക്ക് കണ്ടത്തിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് കേട്ടോ. ഇതിന് മുന്നേ ഒരു തവണ കടയിൽ ചെന്ന് ഞാൻ നൈറ്റി വാങ്ങാൻ വേണ്ടിയിട്ട് ചെന്നതാണ്. അപ്പോൾ ആ ചേട്ടനോട് ഇങ്ങനെ നൈറ്റി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ആ ചേട്ടൻ പറഞ്ഞു, ഇപ്പം എല്ലാവരും ഇങ്ങനെ നൈറ്റിയേക്കാൾ കൂടുതൽ ഇങ്ങനെ പിള്ളേർ സെറ്റായിട്ടുള്ള ആൾക്കാരൊക്കെ ഇടുന്നത് ഇങ്ങനെ അടിയിൽ പ്രില്ലുള്ള കൂട്ട്, ഇങ്ങനെ അംബ്രല കെട്ടില്ലേ, പുറകെ കെട്ടൊക്കെ ഉള്ള കൂട്ട. അപ്പോൾ അത് കൂട്ടാന്ന് പറഞ്ഞിട്ട് അന്ന് ഞാൻ മേടിച്ചാണ്. ഒരു ബ്രൗണിൽ ഇങ്ങനെ വട്ടത്തി ഉള്ള ഒരെണ്ണം മേടിച്ചില്ലേ, അന്ന് അത് മേടിച്ചാണ് കേട്ടോ. അന്ന് നൈറ്റി എടുക്കാതെ പോകുന്നതിൽ എനിക്ക് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പക്ഷേ നൈറ്റി എടുത്താൽ മതിയായിരുന്നു എന്നുള്ളൊരു ചിന്തയായിരുന്നു. അപ്പം ഇങ്ങനെ നൈറ്റി തുണി എടുത്ത് തയ്പ്പിക്കണോ മേടിക്കണോ എന്ന് ഓർത്തിരുന്നപ്പോഴാണ് ഇങ്ങനെ വന്ന് കിട്ടിയത് കേട്ടോ അവസരം. അങ്ങനെ 2 നൈറ്റി തുണി എടുത്തു. ഇനിയിപ്പോൾ അതൊന്ന് സ്റ്റിച്ച് ചെയ്യിക്കണം. പിന്നെ 1-2 പേര് എന്നോട് ചോദിച്ചു സ്റ്റിച്ചിങ് വീഡിയോ ഉൾപ്പെടുത്താവോ, സ്റ്റിച്ചിങ്ങിൻ്റെയൊക്കെ എന്തായി എന്നൊക്കെ ഉള്ളത്. സ്റ്റിച്ചിങ്ങിൻ്റെ ഞാൻ 18 ഇടവും പയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ പേട്ടയിലായിട്ട് സ്റ്റിച്ചിങ് പഠിക്കാൻ വേണ്ടിയിട്ട് പോകാൻ പ്ലാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. യൂട്യൂബ് നോക്കി ഞാൻ കുറേ ട്രൈ ചെയ്തു. അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് സ്ട്രെസ്സ് വരുവാണ്. എന്ന് വെച്ചാൽ നമ്മളിത് നോക്കി ഇങ്ങനെ ചാനലിൽ ഇടുമ്പോൾ നമ്മൾ വീഡിയോ ആയിട്ട് ഇടുമ്പോഴത്തേക്കിനും അവർ കട്ട് ചെയ്യുന്നതൊക്കെ നമ്മൾ ഏത് പൊസിഷനിലാണെന്ന് പെട്ടെന്ന് അങ്ങ് മനസ്സിലാകത്തില്ല. നമ്മളിങ്ങനെ കുറേ തവണ ഇങ്ങനെ വീഡിയോ നോക്കിയാണ് നമുക്കിതൊക്കെ മനസ്സിലാകത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ച് കുറേയൊക്കെ എനിക്ക് പിടികിട്ടി. ഇങ്ങനെ ഷോൾഡറും ആം ഹോളൊക്കെ കട്ട് ചെയ്യുന്നതും ഒക്കെ എനിക്ക് മനസ്സിലായി. എന്നാലും നമുക്ക് പഠിക്കുമ്പോൾ എന്തായാലും പെർഫെക്റ്റ് ആയിട്ട് പഠിക്കണം. എന്നാലല്ലേ നമുക്ക് ഒരാൾ ഒരു സ്റ്റിച്ചിങ്ങിന് നമ്മുടെ അടുത്ത് അപ്രോച്ച് ചെയ്താൽ തന്നെ ചെയ്ത് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ വൃത്തിയായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ പേട്ടയിൽ പോയി പഠിക്കാനായിട്ട് പ്ലാൻ ഇട്ടിട്ടുണ്ട്. അപ്പം അത് ക്ലാസ്സൊക്കെ തുടങ്ങിക്കഴിഞ്ഞിട്ട് നമുക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെയൊക്കെ. പിന്നെ കുഴപ്പമില്ലാത്ത രീതിയിൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പഠിച്ചു. ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിച്ചു. പിന്നെ യൂട്യൂബിൽ നോക്കി അത്യാവശ്യം കട്ട് ചെയ്യാനും സ്റ്റിച്ച് ചെയ്യാനും ഒക്കെ ഞാൻ മനസ്സിലാക്കി വെച്ച്, എന്നാൽ ആ പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് അതിൻ്റെ ഒന്നും എത്താതെ നമ്മൾ ഇത്രയൊക്കെ ഒന്നും ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത് കേട്ടോ. കുറച്ചേലൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പഠിച്ചിട്ട് ഞാനിങ്ങനെ ചെയ്തു, ഒന്നും അറിയാത്ത ഒരവസ്ഥയിൽ നിന്ന് ഇത്രയും പഠിച്ചു എന്ന് പറഞ്ഞ് കാണിക്കുകയാണെങ്കിൽ അതിനകത്തൊരു ഇതുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനത് നന്നായിട്ട് പഠിച്ചതിന് ശേഷം, അല്ലെങ്കിൽ ഒരു ആവറേജ് ലെവലിൽ എത്തിയതിന് ശേഷം ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താം കേട്ടോ. പിന്നെ നമ്മുടെ വീടിൻ്റെ തൊട്ട് മുകളിലായിട്ട് താമസക്കാരുണ്ടല്ലോ. അപ്പോൾ അവിടുത്തെ ചേച്ചി എനിക്ക് കഴിഞ്ഞ ദിവസം ഇങ്ങനെ മെഷർമെൻറ്റ് എടുത്തിട്ട് തുണിയിൽ മാർക്ക് ചെയ്ത് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്, പിന്നെ എങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത്, ഏതൊക്കെ ഭാഗങ്ങളാണ് ആദ്യം സ്റ്റിച്ച് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം ലെവലിൽ എത്തിയിട്ടുണ്ട്. ഞാൻ നാളെ ഞാനായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൊരു ഡ്രസ്സിൻ്റെ ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും കാണാമല്ലോ എൻ്റെ അംഗം
തയ്യൽ അംഗം കാണാമല്ലോ. പിന്നെ എന്നാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കടയിൽ പോയിട്ടുള്ളൊരു ടോപ്പൊക്കെ മേടിച്ചാലും അത് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെയും നമ്മൾ എക്സ്ട്രാ പൈസയൊക്കെ കൊടുക്കണ്ടേ. ഈയിടെ ഞാനൊരു ടോപ്പ് എടുത്തിട്ടൊന്ന് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റിച്ചിങ് മെഷീൻ വാങ്ങുന്നതിന് മുന്നേ കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കിനും അതിന് 100 രൂപയായി. അപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ് അറിയാമെങ്കിൽ അത് നമ്മുടെ കയ്യിലിരിക്കില്ല അത്രയും പൈസ. പിന്നെ നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പഠിച്ചാൽ നമുക്ക് ഒരു 2 മീറ്റർ തുണിയൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പറായിട്ട് തയ്ച്ച ഡ്രസ്സൊക്കെ ഇടാം, ഇഷ്ടംപോലെ ഡ്രസ്സ് ഇടാം. അപ്പം എന്തായാലും നന്നായിട്ട് പഠിക്കണം എന്നാണ് ആഗ്രഹം, പഠിച്ച് എടുക്കണം. പിന്നെ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് വെച്ചാൽ മതി, ബാക്കിയൊക്കെ നമുക്ക് ആവശ്യമുള്ളതൊക്കെ നമ്മുടെ പുറകെ വരും. അമാന്തിച്ച് നിൽക്കാതെ ആദ്യത്തെ സ്റ്റെപ്പ് വെക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രോസസ്സ് കേട്ടോ. അതെൻ്റെ ജീവിതം കൊണ്ട് ഞാൻ പഠിച്ചൊരു പാഠമാണ്. യൂട്യൂബ് ആണെങ്കിലും പിന്നെ സ്റ്റിച്ചിങ് ആണെങ്കിലും പിന്നെ എൻ്റെ ലൈഫിലെ പല പല കേസായിട്ടാണെങ്കിലും നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് വെക്കുക. ഒന്നും അറിയത്തില്ലെങ്കിലും നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് വെച്ച് അങ്ങ് നടന്ന് തുടങ്ങുക. ബാക്കിയൊക്കെ നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ പുറകെ 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 നമ്മൾ പോകുന്ന വഴിയിലും ഒക്കെ വന്ന് ചേരും കേട്ടോ. നമ്മൾ ഈ ഫേസ്ബുക്കിൽ യൂട്യൂബിലൊക്കെ ആണെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ടൊരു വീഡിയോ കാണുമ്പോഴത്തേക്കിനും അതിൻ്റെ താഴെ അതിനോട് മാച്ച് ചെയ്യുന്ന ടൈപ്പ് വീഡിയോസ് സജഷൻ വരുമല്ലോ എന്ന് പറഞ്ഞ പോലെയാണ് ലൈഫിലെ എല്ലാ കാര്യവും. പിന്നെ എല്ലാത്തിലുപരി നമ്മുടെ ഒരു എഫേർട്ട് എല്ലാത്തിനും മുന്നിൽ നിൽക്കണം, എന്നാലാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം ഞാൻ ശ്രമിക്കുന്നുണ്ട്, എൻ്റെതായ രീതിയിൽ കുറേ കാര്യങ്ങൾ ശ്രമിക്കുന്നുണ്ട് ഞാൻ. പിന്നെ അല്ലറ ചില്ലറ ഓട്ടപ്പാച്ചിലൊക്കെ ആണ് ഈയിടെയായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ തന്നെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കണമെങ്കിൽ നമുക്ക് ഒത്തിരി സമയം വേണമല്ലോ. ഞാൻ അത്ര എക്സ്പേർട്ട് അല്ലാത്തതുകൊണ്ട് കുറേ സമയം എടുത്ത് വേണം എനിക്ക് ആ വീഡിയോ എടുക്കാനും കട്ട് ചെയ്യുന്നതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് ഉൾപ്പെടുത്താത്ത കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ജ്യോതിയുടെ വിശേഷങ്ങളെ പറ്റി 1-2 കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ചില കമൻറ്റിന് ഞാൻ റിപ്ലൈ കൊടുക്കാൻ ചെന്നപ്പോഴത്തേക്കിന് കമൻറ്റ് അവിടെ കാണുന്നില്ല. എന്നാലും ഞാൻ എന്നുള്ള മറുപടിയായിട്ട് പറഞ്ഞേക്കാം. ജ്യോതിക്ക് ഇപ്പോൾ ഏകദേശം 6 മാസം കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്ത മാസം ആകുമ്പോഴത്തേക്കിന് 7-ാം മാസം ആകും. പിന്നെ നമ്മൾ കൂട്ടിക്കൊണ്ട് വരൽ ചടങ്ങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഇങ്ങനെ പ്രഗ്നൻ്റ് ആയി എന്നറിഞ്ഞ പിന്നെ എനിക്ക് അങ്ങോട്ട് പോകാനേ ഒത്തിട്ടില്ല കേട്ടോ. അതൊരു വിഷമമായിട്ട് അവൾ എന്നും വിളിക്കുമ്പോൾ പറയും നീ എന്നാലും വന്നില്ലല്ലോ എന്ന്. ഓരോരോ തിരക്കായിപ്പോയി. നമുക്കിന്ന് എല്ലാ വീഡിയോയിൽ പറയാനും പറ്റത്തില്ല. അതുപോലൊരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിലൂടെ ആയിരുന്നു കടന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്കൊന്നും വീട്ടിൽ പോകാൻ പോലും ഒത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇനിയിപ്പം ഇടയ്ക്കൊന്ന് ഇറങ്ങണമെന്നുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും ആശുപത്രി പോകാനൊക്കെ ഇങ്ങനെ നമ്മൾ കുഞ്ഞു പിള്ളേർക്കുള്ള തുണിയൊക്കെ ഇങ്ങനെ കൊണ്ടുപോകണമല്ലോ ഹോസ്പിറ്റലൊക്കെ പോകുമ്പോൾ. അപ്പോൾ അതിൻ്റെയൊക്കെ സൈഡൊക്കെ അടിച്ചു കൊടുക്കാൻ എന്നെക്കൊണ്ട് സാധിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഓർത്ത് ഞാൻ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാണ് ജ്യോതിര വിശേഷങ്ങൾ. ഇടയ്ക്ക് വീട്ടിലോട്ട് ഒന്ന് ഇറങ്ങണം. കഴിഞ്ഞ ദിവസം വീട്ടിൽ പോയപ്പോൾ അവിടെ ചെന്ന് കയറിയത് മാത്രമേ എനിക്ക് ഓർമ്മയുണ്ട്. കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്കിന് സമയം 3 മണി ആകാറായിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് 3:20 പേട്ടയിൽ നിന്ന് വണ്ടി ഉള്ളതുകൊണ്ട് ഞാൻ വെച്ച് പിടിച്ച് പോരുക ചെയ്തേ. എല്ലാം ഒന്ന് വീഡിയോയിൽ എടുക്കാനോ ഒന്നും പറ്റിയില്ല കേട്ടോ. പിന്നെ ഞാൻ ഓർത്തു ഇനിയിപ്പോൾ അമ്മ ജോലി സ്ഥലത്ത് നിന്ന് വരുന്ന ദിവസം വീട്ടിലൊന്ന് പോകാം, അപ്പം 1-2 ദിവസം അവിടെ നിൽക്കാം. അപ്പോൾ വെള്ളിയാഴ്ച വൈകിട്ട് പോവുകയാണെങ്കിൽ ശനി ഞായറും പിള്ളേർക്ക് ക്ലാസ് ഇല്ലല്ലോ, അപ്പോൾ അവിടെ നിൽക്കാം എന്നൊക്കെ ഓർത്തു. അപ്പോൾ ജ്യോതിനെയും വിളിക്കാം, ഉമേനെയും വിളിക്കാം. പിന്നെ അമ്മാൾ വരത്തില്ല, അമ്മാൾ അവിടെ ആയതുകൊണ്ട് അമ്മാൾ വരാൻ സാധ്യതയില്ല. പിന്നെ ചേച്ചിനെയൊക്കെ ഒന്ന് വിളിക്കാം. അപ്പോൾ എല്ലാവരോടും ഒന്ന് കൂടാം എന്നൊക്കെ പ്ലാനിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. നടപടിയായാൽ ഭാഗ്യം കേട്ടോ. അമ്മ വീട്ടിൽ വന്നിട്ടുണ്ട് കാര്യം പറഞ്ഞാൽ, പക്ഷേ എനിക്ക് പോകാനൊത്തില്ല. വേറൊന്നുമല്ല, അമ്മയ്ക്ക് പനിയുണ്ട്. പനി നമ്മളുടെ ഒന്ന് കുറഞ്ഞ് വന്നല്ലേ ഉള്ളൂ. അപ്പം ഇനി അവിടെ ചെന്ന് അതിങ്ങോട്ട് കൊണ്ടുവരണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പോയില്ല. കാര്യം പറഞ്ഞാൽ പോകണം എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരുന്നതാണ്. പിന്നെ വീഡിയോ കോൾ വിളിക്കും കേട്ടോ. വീഡിയോ കോൾ വിളിച്ച് വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കും, വർത്തമാനങ്ങളൊക്കെ അറിയും. അങ്ങനെയൊക്കെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എല്ലാവരും കൂടെ ഒന്ന് കൂടാൻ ഓർക്കുമ്പോൾ ഒരുത്തർക്ക് എന്തേലും കാര്യങ്ങൾ കാണും കേട്ടോ. അയ്യോ എനിക്ക് വരാൻ പറ്റത്തില്ല എന്നുള്ളത്. കല്യാണം കഴിഞ്ഞ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെൺപിള്ളേർക്ക് വീട്ടിൽ വരവ് കാര്യങ്ങളൊക്കെ കണക്കായിരിക്കും. പ്രത്യേകിച്ച് പിള്ളേർ സ്കൂളിലും കൂടെ പോകാൻ തുടങ്ങിയാൽ അവരുടെ എല്ലാ ഇംഗിതം നോക്കിയേ നമുക്കൊരു യാത്ര നടക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും വീട്ടിലൊന്ന് പോകണം. അപ്പം അങ്ങനെയൊക്കെ ഇരിക്കുന്നു. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഏകദേശം ഡ്യൂട്ടികളൊക്കെ കഴിഞ്ഞ് കേട്ടോ. ഞാനിന്ന് കുറച്ച് വെളുത്തുള്ളി അച്ചാറൊക്കെ ഇട്ടിട്ടുണ്ട്. അത് ഒന്ന് നന്നായിട്ട് അലർന്ന് വരണം. ഏകദേശം ഒരാഴ്ചയൊക്കെ പിടിക്കും. അപ്പോൾ അതിടാനുള്ള കുപ്പിയൊക്കെ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ കറിയും കഞ്ഞിയും കാപ്പിയും എല്ലാം ആയി. വൈകിട്ടത്തെ കാര്യങ്ങളൊക്കെ ഓടി. അപ്പം ഇനി പേട്ടയിൽ വരുന്നതിനിപ്പുറം വിളക്കൊക്കെ കൊണ്ട് വെച്ചിട്ട് മൈലാഞ്ചി ഇടാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.